കാർ വന്നു, ഇപ്പോൾ നായിക ഇറങ്ങും. കേരളം. നമസ്കാരം. ഓസി എന്ന പ്ലാറ്റ്ഫോം ജുവൽസ് വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ദിയ കൃഷ്ണയുടെ. അതിലൊരു സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ, കേസും വഴക്കും, അതുപോലെ ആ യൂട്യൂബ് ചാനൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതൊന്നുമല്ല പ്രശ്നം. ഈ ദിയ കൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ, കൃഷ്ണകുമാറിൻ്റെ ആക്ടർ കൃഷ്ണകുമാറിൻ്റെ വൈഫാണ്. ഇവർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശമുണ്ട്. യൂട്യൂബേഴ്സ് വെറും തരം താണ ആൾക്കാരാണ്, അവർക്ക് തൊഴിലില്ലാത്തവരാണ്, അല്ലെങ്കിൽ ഇതിന് അവരുടെ നിലവാരം ഇല്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞു. സമ്മന്തോ ഒരു ഇഷ്യൂ ലേഡി സമ്മന്തോ അവർക്ക് അറിയത്തില്ല. കാര്യം മോഡൽ ഇത്രയും വലിയൊരു ഇഷ്യൂ വന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അമ്മ പറയുന്നു കേട്ടോ, സമ്മന്തോ. ബാക്കി കേൾക്കട്ടെ. വഴിയെ പോണ യൂട്യൂബേഴ്സ് എല്ലാം കൂടെ വന്നങ്ങ് പൊങ്കാലയിട്ട്. ഇല്ല, ഈ ഓസി ആയാലും എന്തായാലും ശരി, യൂട്യൂബിലെ പ്രതികരണവും റിയാക്ഷനും ട്രോളും ഒക്കെ ഉണ്ട്. മാഡം ഇന്നലെ അല്ലല്ലോ യൂട്യൂബിൽ. ഈ കുടുംബത്തിലെ ഈ വഴിയെ പോയ യൂട്യൂബേഴ്സ് എല്ലാം എടുത്തിട്ട് ഇവരുടെ വഴിയെ പോകാത്ത കുടുംബത്തിലെ 4-5 ചാനൽ വെച്ച് കൈകാര്യം ചെയ്യുന്ന, രാവിലെ എഴുന്നേറ്റ് കുക്കിങ്, അത് കഴിഞ്ഞ് ചായ കുടിക്കുന്നത്, മുടി അഴക് എന്ന് വേണ്ട, പച്ചക്കറി കടയിൽ പോകുന്നു, ബ്യൂട്ടി പാർലറിൽ പോകുന്നു, എല്ലാം ഈ മാഡം എടുത്തിടുന്ന ഒരു ഇതാണ്. യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസ് ചെയ്ത 5-6 ചാനലുള്ള ഒരു മാഡം വരുമാനം കൈപ്പറ്റിക്കൊണ്ട് ഈ വർത്താനം പറയരുത്. അത് മോശമാണ്. അല്ലെങ്കിൽ ഇവർ വലിയ റോയൽ ഫാമിലി ആണെങ്കിൽ ആ രീതി കഴിയണം. യൂട്യൂബിലൊന്നും വരരുത്, ഇതുപോലെ പരാമർശങ്ങൾ പറയുകയും ചെയ്യരുത്. ഇത് ഈ പറയുമ്പോൾ ഉണ്ടല്ലോ, യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത്, പ്രത്യേകിച്ച് കേരളത്തിലെ തൊഴിലില്ലാത്ത യുവാക്കളും യുവതികളും വീട്ടമ്മമാരും എല്ലാം വരുമാന മാർഗമാക്കിയ ഒരു മാർഗമാണ്. അതിന് പലരും പല രീതികൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. വ്ളോഗ്, അതുപോലെ പല സ്റ്റൈൽ ഓഫ് ഹോം സ്റ്റൈല്, അതുപോലെ പല രീതി കുക്കിങ്, അങ്ങനെ പല സ്റ്റൈലിൽ എടുക്കുന്നുണ്ട്. ഇവരിത് പോകുന്നതല്ല, കുക്കിംഗ് എടുക്കും, ട്രാവൽ ബ്ലോഗ് എടുക്കും, എല്ലാം ചെയ്യും. എങ്ങോട്ട് പോയാലും മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് കണ്ടത് കടച്ചാണ് എല്ലാം വാരി വലിച്ചിടുന്ന ഒരു മാമാണ് ഈ പറയുന്നത്. അത് തീർത്തുമുണ്ടല്ലോ, അത് നിരാശാജനകമാണ് മാഡം ആ പറയുന്നത്. അവർക്ക് ജീവിക്കണ്ടേ, കഷ്ടം. എന്തോ ഇത്രയും വിവരദോഷം ഇങ്ങനെ പറയാതെ മാഡം. ഈ ജീവിക്കാനല്ലയോ മാഡവും മാഡത്തിൻ്റെ മോളും എല്ലാവരും കൂടെ ചേർന്ന് 5-6 ചാനൽ മോണിറ്റൈസ് ചെയ്ത് വരുമാനം എടുക്കുന്നത്. ഇവർ വരണ്ടേ ഈ സമൂഹത്തിൽ നിലയും വിലയുള്ളവരുടെ പുറകെ പോകുന്നു. ഭയങ്കര നിലയും വിലയില്ലേ ഇവർക്കൊക്കെ. ഇവർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ഇവരുടെ ബിസിനസ് നടത്തുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മറ്റുള്ളവർ വേറെ പല ബിസിനസ്സുകളും നടത്തുന്നു. അത്രയേ ഉള്ളൂ. ഇവരെന്താ സോഷ്യൽ മെസ്സേജ് എന്താ കൊടുക്കുന്നത്? രാവിലെ ചായ ഇടുന്നതും ഇഷ്ടം പോലെ കുക്കിംഗ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ള ഒരു വ്ളോഗിലെ കുക്കിങ്ങും ഇതും ഫുഡും ഒക്കെ എത്താനാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനകത്ത് ഇവർ കയറി രാവിലെ മുതലേ അർമാദിച്ച് വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ജോലിയില്ലാത്ത, എന്ത് കഷ്ടമാണ്. അങ്ങനെ ഒരു ടോപ്പിക്ക് ഞങ്ങൾക്ക് കിട്ടുന്നു, മാഡത്തിന് ആ ടോപ്പിക്ക് സംസാരിക്കുന്നില്ല, മാഡം ചെയ്ത് കാണിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. സാധാരണ വ്ളോഗ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ,
ഈ അൺനെസസറി ആയിട്ടുള്ള ആ കണ്ടന്റ് വിട്ടുള്ള സംഭവം വരുമ്പോൾ അത് കട്ട് ചെയ്യും, എഡിറ്റ് ചെയ്യും. ഇതൊന്നുമില്ല. മാഡം ഇങ്ങനെ ഓൺ ചെയ്യും. കാറ് വന്നോ, വിലക്കാരി വന്നോ, എന്ത് വേണേലും ഇതിനിടയ്ക്ക് പറയും. കാറ് വന്നു, ഇപ്പോൾ നായിക ഇറങ്ങും. അമ്മ മോളെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പിന്നിൽ സോഷ്യൽ പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് ഈ അമ്മ വീഡിയോ ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ല, ഇവരെന്ത് മെസ്സേജാ, എന്താ ഇത് കൊടുക്കുന്നത് സമൂഹത്തിന്? കുക്കിംഗ് വീഡിയോയുടെ ഇഷ്ടം പോലെ 5 വയസ്സുള്ള കൊച്ചു കുട്ടികളെ വരെ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന കാലമാണ്. പിന്നെ എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്ന? അതല്ലേക്കുള്ള യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു കോൺട്രവേഴ്സി ഇവർ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇവര് യാതൊരു പോളിസി ഇല്ല. അവരുടെ OC-യുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് വരുമ്പോൾ അതിനെ നേരിട്ട് അത് അവരുടെ ഇതാണ്. അവർക്കത് പ്രൂവ് ചെയ്യാനുള്ള ലീഗലി ഉള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ആ യൂട്യൂബർ ചെയ്തിട്ടുണ്ട്. തെറ്റാണെങ്കിൽ ആ യൂട്യൂബർ ശിക്ഷ അനുഭവിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ലീഗലി ഉള്ള കാര്യങ്ങൾ പോട്ടെ. അതല്ല പ്രശ്നം. ഈ മക്കളെ ഏറിക്കയറ്റാൻ അമ്മമാർ ചെയ്യുന്ന ഇതുപോലുള്ള പരിപാടികളങ്ങ് നിർത്തണം, അല്ലെങ്കിൽ നാളെ അതിലോ ദോഷം ചെയ്യും. വീഡിയോ എടുത്തോണ്ടിരിക്കുക, അതിനിടയ്ക്കാണ് ഈ ഇവരുടെ വരവ്. ഇനിയും ബാക്കി തുടരും. ശരിയാ, പോസിറ്റിവിറ്റി ഉള്ള കണ്ടന്റുകൾ ചെയ്യണം. മാഡം ചെയ്യുന്ന എല്ലാം പോസിറ്റിവിറ്റിയാണ്. ചാനലൊന്ന് കാണണം. സിന്ധു കൃഷ്ണ എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാം നോക്കണം. ദുബായ് മാളിൽ പോകുന്നത് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക. അവർ ചെയ്യുന്ന അവരുടെ ഇഷ്ടം, അതിനെ നമ്മൾ വിമർശിക്കുന്നതല്ല. പക്ഷെ ഇവർ ഈ വർത്തമാനം പറഞ്ഞിട്ട് ഇത് ചെയ്യരുത്. യാതൊരു കണ്ടന്റ് ഈ ഐഡിയ ഇല്ലാതെ വായി തോന്നുന്നതും കാണുന്നതും എല്ലാം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് മാഡം പറയരുത് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഈ ഈ ജുവൽസുമായിട്ട് ബന്ധപ്പെട്ട അവര് അതുമായിട്ട് ചെറിയ കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ പോവുക, കേസ് പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോ ഇവിടെ നടക്കും എന്നുള്ള ഒരു ഹുങ്ക് ഈ മാഡത്തിൻ്റെ സംസാരത്തിലുണ്ട്. അത് തെറ്റാണ് മാഡം. ഇതെല്ലാം എന്തോ അല്ല, ഇതിനകത്ത് പറഞ്ഞോട്ടെ, മാളിക മുകളിലേറിയ മന്നനെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇതൊക്കെ ഒന്നും മനസ്സിൽ കരുതി വേണം മാഡം പെരുമാറാൻ. അത് സത്യമാണ്. നല്ലൊരു കാര്യം ചെയ്ത ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഞാനിപ്പോൾ ഇവിടുന്ന് പറയുകയാണെ അത് കേൾക്കാൻ ആൾക്കാരില്ലായിരിക്കും, അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്തില്ല. നെഗറ്റിവിറ്റിയാണ് മാഡം എവിടെയും കയറിപ്പോകുന്ന സാധനം. ആ നെഗറ്റിവിറ്റിയാണ് ഈ മാഡം ഇപ്പം യൂസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയ കൊള്ളാം. ഒത്തിരി പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന മാഡം പറയുന്ന വാക്കുകൾ അയ്യോ. ഇപ്പൊ ബിസിനസ്സൊക്കെ ഓൺലൈനൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ കൊറിയറൊക്കെ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അതിന്റെ എന്തെങ്കിലും സ്റ്റഡ് ഇളകുവോ ഒക്കെ അങ്ങനൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. അത് സ്വാഭാവികമായ കാര്യം. പക്ഷെ അതിനെ നേരിടുന്ന ഒരു രീതി ഉണ്ടല്ലോ. OC ആയാലും അമ്മയായാലും ശരി, ഈ രീതികളൊക്കെ മാറ്റി മുന്നോട്ട് പോകണം. അത് കസ്റ്റമർ അതങ്ങനെ വരുമ്പോഴത്തേക്കും അതിനെ അവരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട്
വേറെ രീതിയിൽ അവരെ യൂട്യൂബിലേക്ക് ഇടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. കേസും വഴക്കും ഒക്കെ അതൊക്കെ ലീഗലി ഉള്ള കാര്യങ്ങൾ പോകും. അതിനപ്പുറം അവരും ഇവിടെ ജീവിക്കുന്നവരാ, അവർക്കും അവരുടേതായിട്ടുള്ള നിയമവശങ്ങൾ തേടി അവരും പോകും. ഇവർക്ക് മാത്രമല്ല, രണ്ട് ബോസായിട്ട് അവർക്ക് രണ്ടുപേരും രണ്ട് രീതിയിൽ പോകും. ഏതെങ്കിലും ഒരു ഭാഗം സത്യം ജയിക്കുമായിരിക്കാം. അത് അമ്മ മാത്രം അങ്ങ് പറഞ്ഞാൽ മതി, എക്സലന്റ് പ്രോഡക്റ്റ് ആണ് ഇത്. പബ്ലിക്കല്ല യൂസ് ചെയ്യുന്നത്. പബ്ലിക്കിലെ അതിനകത്തിലെ കംപ്ലൈന്റ് വരുമ്പം അത് ചിലപ്പോൾ പറഞ്ഞിരിക്കുക. അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ മാം ഉണ്ടാക്കണം. എന്നിട്ട് വേണം മാം മോളെ സപ്പോർട്ട് ചെയ്യാനും മോളെ ഈ രീതിയിൽ ബിസിനസ്സിലേക്ക് ഇറക്കാനും. മറ്റ് ഈ ഹുങ്ക് വർത്താനം പറഞ്ഞ് ഈ യൂട്യൂബേഴ്സ് വെറും പിച്ചച്ചട്ടി എടുത്ത് നടക്കുന്നവരാണെന്ന് പറയുന്ന 5 ചാനലും 5-6 ചാനൽ കൊണ്ടുവരുന്നവർ നടക്കുന്നവർ ഇത് പറയുന്നത് തെറ്റാ. ഓസിയുടെ മാല ഓസി എന്തെങ്കിലും ആയിക്കോട്ടെ, ഓസി അമ്മയും ഒരു കാര്യം ചെയ്യണം. യൂട്യൂബേഴ്സ് എന്നത് കുറച്ച് പേരെങ്കിലും ഈ വൾഗാരിറ്റി ചെയ്യുന്ന യൂട്യൂബേഴ്സ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതുപോലെ നെഗറ്റിവിറ്റി മാത്രം കാണുന്നവർ കാണും. പക്ഷെ എല്ലാവരെയും അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന മാഡത്തിൻ്റെ ആ രീതി ഒന്ന് മാറ്റിയാൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.